ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ജലശക്തി മന്ത്രാലയത്തിന്റെ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉടൻ തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഴയ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ യുവാക്കൾക്ക് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. 19 ഉപഗ്രഹങ്ങളുമായി PSLV C-51 ISRO വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും രോഗികൾക്കുമുള്ള കോവിഡ് വാക്സിനേഷന് നാളെ തുടക്കം. കേരളത്തിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമായി. ദക്ഷിണേന്ത്യ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളവും തമിഴ്നാടും തമ്മിൽ കനത്ത പോരാട്ടം. വാർത്തകൾ വിശദമായി. ജലവുമായി ബന്ധപ്പെട്ട സാമൂഹികമായ ഉത്തരവാദിത്തം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 74ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുറ്റുവട്ടത്തുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിനു വേണ്ടിയും മഴവെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയും ജലശക്തി മന്ത്രാലയം ജലശക്തി യജ്ഞമായ ക്യാച്ച് ദ റെയിൻ ആരംഭിക്കാൻ തുടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. भारत के ज्यादातर हिस्सों में मई जून में बारिश शुरू होती है. क्या हम अभी से अपने आसपास के जल स्रोतों की सफाई के लिए, वर्षा जल के संचयन के लिए 100 दिन का कोई अभियान शुरू कर सकते हैं? इसी सोच के साथ अब से कुछ दिन बाद जल शक्ति मंत्रालय द्वारा भी जल शक्ति अभियान कैच द रेन भी शुरू किया जा रहा है. इस अभियान का मूल मंत्र है कैच द रेन वेयर इट फॉल्स व्हेन इट फॉल्स. हम अभी से जुटेंगे. हम पहले से जो रेन वाटर हार्वेस्टिंग सिस्टम है उन्हें दुरुस्त करवा लेंगे. गांवों में, तालाबों में, पोखरों की सफाई करवा लेंगे. जल स्रोतों तक जा रहे पानी के रास्ते की रुकावटें दूर कर लेंगे तो ज्यादा से ज्यादा वर्षा जल का संचयन कर पाएंगे. രാജ്യത്തെ ഓരോ പൌരനും സ്വന്തം ജീവിതത്തിൽ ഓരോ മേഖലയിലും ശാസ്ത്രത്തെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പുരോഗതിയുടെ മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനു വേണ്ടി തങ്ങളെ പഴയ രീതിയിൽ തളച്ചിടാൻ ശ്രമിക്കരുത്. യോഗി തുല്യനായ സന്ത് രവിദാസിൽ നിന്ന് യുവാക്കൾക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വന്തം ജീവിതം എങ്ങനെയാകണമെന്ന് യുവാക്കൾ നിർണ്ണയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിലെ ഓരോ വ്യക്തിയും അഭിമാനം കൊള്ളുമ്പോൾ, ഓരോ വ്യക്തിയും ഒത്തുചേരുമ്പോൾ ആത്മനിർഭർ ഭാരത് കേവലം ഒരു സാമ്പത്തിക അഭിയാനായി മാറാതെ ഒരു ദേശീയ വികാരമായി തീരുമെന്നും ശ്രീ മോദി പറഞ്ഞു. आत्मनिर्भरता की पहली शर्त होती है अपने देश की चीजों पर गर्व होना, अपने देश के लोगों द्वारा बनाई वस्तुओं पर गर्व होना. जब प्रत्येक देशवासी गर्व करता है, प्रत्येक देशवासी जुड़ता है तो आत्मनिर्भर भारत सिर्फ एक आर्थिक अभियान न रहकर एक नेशनल स्पिरिट बन जाता है. जब आसमान में हम अपने देश में बने फाइटर प्लेन तेजस को कलाबाजियां खाते देखते हैं, जब भारत में बने टैंक, भारत में बनी मिसाइलें हमारा गौरव बढ़ाते हैं, जब समृद्ध देशों में हम मेट्रो ट्रेन के मेड इन इंडिया कोचेस देखते हैं, जब दर्जनों देशों तक मेड इन इंडिया कोरोना वैक्सीन को पहुंचते हुए देखते हैं तो हमारा माथा और ऊंचा हो जाता है. വലിയ വസ്തുക്കളുടെ നിർമ്മാണങ്ങളെ ഭാരതത്തെ ആത്മനിർഭരാക്കുകയുള്ളൂ എന്നില്ല. ഭാരതത്തിൽ നിർമ്മിച്ച വസ്ത്രം, ഭാരതത്തിലെ പ്രതിഭാശാലികളായ ശില്പികൾ നിർമ്മിക്കുന്ന കരകൌശല വസ്തുക്കൾ, ഭാരതത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഭാരതത്തിലെ മൊബൈൽ, അങ്ങനെ ഓരോ മേഖലയിലും ഈ അഭിമാനം ഉയർത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക വർഷത്തിലെ അവസാന മാസമായതിനാൽ അടുത്ത മാസം വ്യാപാരികളുടെയും കർമ്മോത്സുകരായ സുഹൃത്തുക്കളുടെയും തിരക്കുകളും വളരെ വർദ്ധിച്ചിരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾക്കിടയിൽ കൊറോണയോടുള്ള നമ്മുടെ ജാഗ്രത കുറയാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ഇന്ന് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നു. വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ CV രാമൻ രാമൻ ഇഫക്ട് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് രാജ്യം ഈ ദിനം ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. 1928 ഫെബ്രുവരി 28-നാണ് അദ്ദേഹം നൊബേൽ പുരസ്കാരത്തിന് അർഹനാക്കിയ രാമൻ എഫക്ട് കണ്ടെത്തിയത്. ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്നിവർ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അഭിവാദ്യം അർപ്പിച്ചു. ലോകജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും ശാസ്ത്രം പ്രയോജനപ്പെടണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ ഓരോ പൌരനും സ്വന്തം ജീവിതത്തിൽ ഓരോ മേഖലയിലും ശാസ്ത്രത്തെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പുരോഗതിയുടെ മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മണിപ്പൂരിലെ ഇംഫാലിൽ വിവിധ ആരോഗ്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ നിർവഹിക്കും.
റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 3 ടെസ്ല MRI മെഷീൻ, പുതിയ MRI ബ്ലോക്ക്, PG ഹോസ്പിറ്റൽ, പുതിയ ന്യൂറോ സർജറി ICU തുടങ്ങി ഒട്ടനവധി സൌകര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ദേശീയ ശാസ്ത്രദിനാഘോഷത്തിലും മന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. 19 ഉപഗ്രഹങ്ങളുമായി PSLV C-51 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിൽ ഇന്ന് രാവിലെ 10:30 ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ നാഴികക്കല്ലായി തീർന്ന വിക്ഷേപണം. വിശദാംശങ്ങളുമായി അരവിന്ദ്. ISROയുടെ ഈ വർഷത്തെ ആദ്യത്തേതും സമ്പൂർണ്ണ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ ഉപഗ്രഹ വിക്ഷേപണവുമാണിത്. വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്ന 18 ഉപഗ്രഹങ്ങളിൽ 5 രാജ്യത്തു നിന്ന് തന്നെയുള്ളവയാണ്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ സ്ഥാപകരിൽ ഒരാളായ സതീഷ് ധവാന്റെ പേരിലുള്ള നാനോ സാറ്റലൈറ്റ് ഗണത്തിൽപ്പെടുന്ന കൃത്രിമോപഗ്രഹവും ബഹിരാകാശത്തെത്തിക്കും. 3 സയന്റിഫിക് പേലോഡുകളാണ് ഈ കൃത്രിമോപഗ്രഹത്തിലുള്ളത്. ഒന്ന് ബഹിരാകാശ റേഡിയേഷൻ സംബന്ധിച്ച പഠനത്തിനാണ്. രണ്ടാമത്തേത് മാഗ്നെറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനാണ്. മൂന്നാമത്തേത് ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് സംബന്ധിച്ച ഒരു പരീക്ഷണ മോഡലാണ്. സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ഈ കൃത്രിമോപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രസീലിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് വികസിപ്പിച്ച ആമസോണിയ 1 ഉപഗ്രഹവും ഹൈദരാബാദിൽ നിന്നുള്ള ഇമാറത്ത് റിസർച്ച് സെന്ററിന്റെ സിന്ധു നേത്ര എന്ന പ്രതിരോധ ഉപഗ്രഹവും ദൌത്യത്തിന്റെ ഭാഗമാണ്. അമേരിക്കയിൽ നിന്നുള്ള സ്വാം ടെക്നോളജിയുടെ 12 പൈക്കോ സാറ്റലൈറ്റുകളും മെക്സിക്കോയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ സയൻസിന്റെ സായ് 1 നാനോ കണക്ട് 2വുമാണ് മറ്റുപഗ്രഹങ്ങൾ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സിന് മുകളിൽ മറ്റ് രോഗം ബാധിച്ചവർക്കുമായുള്ള കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ രാജ്യത്ത് പൂർത്തിയായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അംഗീകൃത സ്വകാര്യ ആശുപത്രികൾ വഴി കോവിഡ് വാക്സിനുകൾ നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.1% കടന്നു. ആകെ രോഗബാധിതരുടെ 1.48% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 50,514 ഇന്നലെ 3,792 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ എല്ലാ പിന്തുണയും ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ടോയ് ഫെയർ 2021 CEO സെഷൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളിപ്പാട്ട നിർമ്മാണ മേഖലയുടെ ഉന്നമനത്തിനായി മികച്ച വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാനും കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പുതിയ ലബോറട്ടറികൾ ആരംഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ മുന്നണികളുടെ സീറ്റ് ചർച്ചകൾ ഊർജിതമാക്കി. സീറ്റ് വിഭജനം വേഗം പൂർത്തിയാക്കി അടുത്ത മാസം 10-നകം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനത്ത് മുന്നണികൾ. രണ്ടാംഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നാളെ മുതൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് കടക്കാൻ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. UDFിലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മാർച്ച് 10-നകം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് BJPയുടെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നത്. നാവികസേനയുടെ പടിഞ്ഞാറൻ നാവിക കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ R. ഹരികുമാർ ചുമതലയേറ്റു. മുംബൈയിൽ നടന്ന ചടങ്ങിൽ വിരമിക്കുന്ന വൈസ് അഡ്മിറൽ C. അജിത് കുമാറിൽ നിന്ന് ശ്രീ ഹരികുമാർ സ്ഥാനം ഏറ്റുവാങ്ങി. തുടർന്ന് ഇരുവരും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. ദക്ഷിണേന്ത്യ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളവും തമിഴ്നാടും തമ്മിൽ കനത്ത പോരാട്ടം. ചാമ്പ്യൻഷിപ്പിൽ 491.5 പോയിന്റ് നേടി തമിഴ്നാടാണ് മുന്നിലുള്ളത്. 40 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 450.5 പോയിന്റോടെ കേരളം രണ്ടാം സ്ഥാനത്തും 249 പോയിന്റുമായി കർണാടക മൂന്നാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ജലശക്തി മന്ത്രാലയത്തിന്റെ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉടൻ തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഴയ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ യുവാക്കൾക്ക് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. 19 ഉപഗ്രഹങ്ങളുമായി PSLV C-51 ISRO വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്ത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും രോഗികൾക്കുമുള്ള കോവിഡ് വാക്സിനേഷന് നാളെ തുടക്കം. കേരളത്തിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമായി.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.